എല്ലാവർക്കും നമസ്കാരം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് സാധാരണ നമ്മൾ ട്രൈ ചെയ്യുന്നതെന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് റെസിപ്പിയാണ് ഇന്നൊരു ഗ്രിൽഡ് ഫിഷ് റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി മുള്ള് കളഞ്ഞിട്ടുള്ള ഫില്ലറ്റ് രൂപത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള ഫിഷാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. കുറച്ച് കഴമ്പുള്ള മീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ ക്രഷ് ചെയ്ത പെപ്പർ ചേർക്കാം. ചെറുതായി കൊത്തിയരിഞ്ഞ 10 വെളുത്തുള്ളി അല്ലി കൂടി ഇതിലേക്ക് ചേർക്കാം. ചതച്ചെടുക്കുന്നവരാണെങ്കിൽ ഒന്ന് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ആയാലും മതി. ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ഇതിന് പകരം 1 ടീസ്പൂൺ ഓയിൽ ചേർത്താലും മതി. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതും നല്ലതായിരിക്കും. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോൾട്ടഡ് ബട്ടർ ചേർക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് മാത്രം ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഗ്രിൽ ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പാനിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റായി വരുമ്പോൾ മീൻ വെച്ച് കൊടുക്കാം. മീൻ ഒരു സൈഡ് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ഗ്രില്ല് ചെയ്യാം. അതിനുശേഷം മറിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് അടുത്ത സൈഡും ഗ്രില്ല് ചെയ്തെടുക്കാം. മറിച്ചിട്ട് ഗ്രില്ല് ചെയ്തതിന് ശേഷവും ഒരു 5 മിനിറ്റ് വരെയൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഓരോ മീനിൻ്റെയും വേവ് അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ എടുത്ത മീനിന് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി വരുന്നതാണ്. ആദ്യം മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് പാനിലല്ലാതെ ഓവനിൽ വെച്ചിട്ടും ഇത് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം മറിച്ച് വെച്ച് ഒന്നുകൂടി ഒരു 15 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താലും ഇതുപോലെ നല്ല ടേസ്റ്റിൽ റെഡിയായി കിട്ടും. ഏതെങ്കിലും ഒരു റൈസും കുറച്ച് സാലഡും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.